ഒരു കാലത്ത് നമ്മുടെ ഭൂമിയിൽ വിഹരിച്ചു നടന്ന ജീവിവർഗമായിരുന്നു ദിനോസറുകൾ. എന്നാൽ കാലക്രമേണ ഇവ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായി. എന്നാൽ ഇതാ കൗതുകകരമായ ഒരു വാദവുമായി പുതിയൊരു പഠനം പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ്. ദിനോസറുകളോ അവയോട് സാമ്യമുള്ള സ്പീഷീസിലെ മൃഗങ്ങളോ ഭൂമിയിൽ നിന്ന് അകലെയുള്ള ഗ്രഹങ്ങളിൽ ഉണ്ടാകാമെന്നാണ് ഈ പഠനം പറയുന്നത്. മന്ത്ലി നോട്ടീസസ് ഓഫ് ദി റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഈ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നത്. ഇത്തരം ഗ്രഹങ്ങളെ കണ്ടെത്താൻ സാധിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. അന്തരീക്ഷത്തിലെ രാസവസ്തുക്കളുടെ അളവ് പരിശോധിച്ചാണ് ഇത് കണ്ടെത്താൻ സാധിക്കുക. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഓക്സിജന്റെ തോതാണ്. ദിനോസറുകളുടെ കാലത്ത് ഭൗമാന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് ഇന്നത്തെക്കാൾ 30% ആയിരുന്നു. എന്നാൽ ഇന്നിത് 21% മാത്രമാണ്. ഉയർന്ന തോതിലുള്ള ഓക്സിജൻ അന്തരീക്ഷത്തിലുള്ള ഗ്രഹമാണെങ്കിൽ അവയിൽ ദിനോസറുകളോ തത്തുല്യ ജീവിവർഗങ്ങളോ ഉണ്ടാകാൻ സാധ്യതയേറും. അത്യാധുനിക ടെലിസ്കോപ്പുകൾ സജ്ജമാക്കി ഇത് നിരീക്ഷിക്കാൻ സാധിക്കും. ഒരു ഗ്രഹം ഫനിറോസോയിക് ഘട്ടത്തിലാണോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യം വേണ്ടത്. ഫനിറോസോയിക് ഘട്ടത്തിലാണെങ്കിൽ അതിൽ വലിപ്പമേറിയതും സങ്കീർണവുമായ ജീവിവർഗങ്ങൾ ഉടലെടുക്കും. ഇവിടങ്ങളിൽ ദിനോസറുകൾ ഉണ്ടാകാനിടയുണ്ട്. 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ ഭൂമിയിൽ സർവാധിപത്യം പുലർത്തി വിഹരിച്ചു നടന്ന ജീവികളാണ് ദിനോസറുകൾ. എന്നാൽ ഇവ താമസിയാതെ വംശനാശം സംഭവിച്ച് ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഭൂമിയിലേക്ക് വന്ന് ആഞ്ഞുപതിച്ച ഒരു ചിഹ്നഗ്രഹം ഉയർത്തിയ പരിസ്ഥിതി മാറ്റങ്ങളായിരുന്നു ഇതിന് കാരണം. ഇതിൽ പ്രധാന കാരണമായത് ചിഹ്നഗ്രഹ പതനത്തെ തുടർന്നുണ്ടായ ഭീകരമായ പൊടിപടല വ്യാപനമാണ്. ചൊവ്വയുടെയും വ്യാഴഗ്രഹത്തിന്റെയും ഇടയ്ക്കുള്ള അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചിഹ്നഗ്രഹ മേഖലയുടെ പുറമതിർത്തിയിൽ നിന്നാണ് ഈ ചിഹ്നഗ്രഹം എത്തിയത്. പ്രത്യേകതരം രാസഘടനയുള്ളതിനാൽ ഇരുണ്ട നിറത്തിലാണ് ഈ മേഖലയിലെ ചിഹ്നഗ്രഹങ്ങൾ കാണപ്പെടുന്നത്. ഇതിലൊന്നാണ് ഭൂമിയിൽ പതിച്ച് ദിനോസർ യുഗത്തിന് അന്ത്യമേകിയത്. മെക്സിക്കോയിലെ യുക്കാട്ടൻ മേഖലയിലുള്ള 145 കിലോമീറ്റർ വിസ്തീർണമുള്ള ചിക്സിലബ് എന്ന പടുകുഴിയിൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ദിനോസറുകളുടെ ഫോസിലുകൾ ഭൂമിയിൽ മിക്ക ഇടങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇവയെല്ലാം തന്നെ 6.5 കോടി വർഷം പഴക്കമുള്ളതാണ്. അങ്ങനെയാണ് ദിനോസറുകൾക്ക് അക്കാലയളവിലാകാം വംശനാശം വന്നുപോയതെന്ന് മുൻപ് ശാസ്ത്രജ്ഞർ ഉറപ്പിച്ചത്. ദിനോസറുകളെ മാത്രമല്ല, അക്കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന 3/4 പങ്ക് ജീവജാലങ്ങളെയും ഈ ചിഹ്നഗ്രഹ പതനത്തെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ നശിപ്പിച്ചിരുന്നു. 2000 ഗിഗാട്ടൺ പൊടിയാണ് പിന്നീട് ഉയർന്നു പൊങ്ങിയതെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. എവറസ്റ്റ് കൊടുമുടിയുടെ ഭാരത്തിന്റെ 11 മടങ്ങ് വരുമിത്. അങ്ങനെ 15 വർഷം പൊടി അന്തരീക്ഷത്തിൽ നിലനിന്നു. ഇതുമൂലമുണ്ടായ കാലാവസ്ഥാ വ്യതിയാനമാകാം കനത്ത നാശത്തിന് വഴിയൊരുക്കിയതെന്നും പറയപ്പെടുന്നു. ദിനോസറുകൾ നശിച്ചത് ചിഹ്നഗ്രഹം വീണത് മൂലമല്ലെന്നും മറിച്ച് അഗ്നിപർവ്വത വിസ്ഫോടനം മൂലമാണെന്നും വാദിക്കുന്നവരും കുറവല്ല. എന്നാൽ 2021 ഹാർവർഡ് സർവകലാശാല നടത്തിയ പഠനങ്ങൾ മറഞ്ഞിരുന്ന ഒരു പങ്കാളിയിലേക്ക് കൂടി വിരൽ ചൂണ്ടി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴം അഥവാ ജൂപ്പിറ്ററിലേക്കായിരുന്നു അത്. വ്യാഴഗ്രഹം തന്റെ അപാരമായ ഗുരുത്വബലം ഉപയോഗിച്ച് ചിഹ്നഗ്രഹത്തെ ഭൂമിയിലേക്ക് വഴിതിരിച്ചു വിട്ടെന്നായിരുന്നു ആ പഠനം. സാധാരണഗതിയിൽ ഭൂമിയെ ചിഹ്നഗ്രഹങ്ങളിൽ നിന്നും വാൽനക്ഷത്രങ്ങളിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുന്ന ഗ്രഹമാണ് വ്യാഴം. എന്നാൽ ഈ ചിഹ്നഗ്രഹത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചതെന്നാണ് ചില ശാസ്ത്രജ്ഞരുടെ വാദം. ദിനോസറുകളിൽ എല്ലാ വിഭാഗവും പൂർണ്ണമായി അപ്രത്യക്ഷരായിട്ടില്ല. ഭൂമിയിൽ തുടരുന്ന അവരുടെ പിന്മുറക്കാരെ നമ്മൾ അറിയും. അവരാണ് പക്ഷികൾ. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഒരു കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുമല്ലോ. ഇത്തരം വീഡിയോസ് നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത തവണ മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.